ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ലാറ്റിൻ അമേരിക്കൻ ഡെസേർട്ടാണ്. ട്രെസ് ലിച്ചി ആൻഡ് മിൽക്കി കാരമൽ കേക്ക്. ട്രെസ് ലിച്ചി എന്ന് പറഞ്ഞാൽ 3 പാല്, അതായത് 3 പാല് ഒരു സ്പഞ്ച് കേക്ക് അല്ലെങ്കിൽ ഒരു ബട്ടർ കേക്കിൽ സോക്ക് ചെയ്ത് വെച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പഞ്ച് കേക്ക് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ കേക്ക് തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള 2 ഓവൻ പ്രൂഫ് ആയിട്ടുള്ള ഗ്ലാസ് ട്രേ ഓയിലോ ബട്ടറോ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്ലാസ് ട്രേ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഓവനിൽ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ബേക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ട്രേ ആണോ അതെടുക്കുക. ഇനി ഈ 2 ട്രേയിലേക്കും ഓരോ പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. നമ്മൾ മൈദ ഒന്നും തോന്നുന്നില്ല, ജസ്റ്റ് ഓയിൽ തടവിയിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഇനി വേണമെങ്കിൽ ബട്ടർ പേപ്പറിൻ്റെ മുകളിലും കുറച്ച് ഇതുപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അടുത്തതായിട്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് അരിച്ചെടുക്കുക. ഒരു അരിപ്പയിലോട്ടേക്ക് 1.5 കപ്പ് മൈദ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് 1-2 തവണ ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കുക. ഇനി വലിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 5 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. കൂടെ 1 ടീസ്പൂൺ വനില എസൻസ്, പിന്നെ 1 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര അല്ല, നോർമൽ പഞ്ചസാര തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇത് ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റോളം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് എഗ്ഗൊക്കെ നന്നായി പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇനി ബട്ടർ വേണ്ടാത്തവർക്ക് എന്തെങ്കിലും വെജിറ്റബിൾ ഓയിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പം 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ എന്ന് പറയുമ്പം ഒരു 100 ഗ്രാം ബട്ടർ ഉണ്ടാവും. 100 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ 1/2 കപ്പോളം വരും. എന്നിട്ട് ഒന്നുകൂടെ ലോ സ്പീഡിൽ വെച്ചിട്ട് ജസ്റ്റ് 2 സെക്കൻഡ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓയിൽ ചേർത്തിട്ടാകുമ്പം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തത്. ഏറ്റവും ചെറിയ സ്പീഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ നേരത്തെ റെഡിയാക്കി വെച്ച 2 ട്രേയിലേക്കും പകുതിയായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ട്രേ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ളത് ചെറിയ ട്രേ ആയിരുന്നു. അപ്പം ഒരു ട്രേയിൽ തന്നെ മുഴുവനായിട്ട് കൊള്ളൂല, അതുകൊണ്ടാണ് ഇതുപോലെ 2 ട്രേ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ ട്രേ ആണുള്ളതെങ്കിൽ അതിൽ തന്നെ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് എയർ ബബിൾസൊക്കെ കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇനി ഇത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഓവൻ ടെമ്പറേച്ചർ പറയുകയാണെങ്കിൽ 180 ഡിഗ്രിയിൽ 35 to 45 മിനിറ്റ്. പിന്നെ ഓരോരുത്തരുടെ ഓവൻ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം വരും. ഇനി ഓവനിൽ ബേക്ക് ചെയ്യണമെന്നില്ല, ഞാൻ മുന്നത്തെ കുറേ വീഡിയോസിൽ വേറെ കുറേ മെത്തേഡ്സൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെയൊക്കെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഞാനിത് ട്രേയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു വയർ റാക്കിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുക്കണം. ഇനി ഈ കേക്ക് തണിയുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ തയ്യാറാക്കിയെടുക്കണം. വലിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ഹെവി വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇനി വിപ്പിംഗ് ക്രീം ഇല്ലാത്തവരാണെങ്കിൽ ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാനിൽ വാങ്ങിക്കാൻ കിട്ടും, അതെടുത്താലും മതി. ഇതിൻ്റെ കൂടെ 2.5 കപ്പ് പാല്, അതായത് ഫുൾ ഫാറ്റ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്.
അപ്പം ഇത് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കേക്കിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും. പിന്നെ ഒരു ലൈറ്റായിട്ടുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ മധുരം എന്താണോ അതുപോലെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഇവിടെ ഏകദേശം ഒരു 1/2 ടിന്നോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള മിൽക്കാണ്. ഇതിലാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക് ഇതിൽ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ടേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫ് പീക്കായിട്ട് നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ മധുരമൊന്നുമില്ല. നമ്മുടെ കേക്കിലും പിന്നെ മിൽക്ക് കൂട്ടിലൊക്കെ അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. അപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കേക്ക് നന്നായി തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കിയ ബൗളിലോട്ടേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ടിട്ടാണ് കേക്ക് വെച്ചത്. അപ്പോൾ അടിഭാഗമായിരിക്കുമല്ലോ കുറച്ച് നല്ല സ്മൂത്തായിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. എങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പാൽ ഒഴിച്ചിട്ടാകുമ്പോൾ നമ്മുടെ കേക്ക് പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ പകുതി കേക്കും കൂടെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ പാലിൻ്റെ കൂട്ട് 2 കേക്കിലേക്കും പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. നേരെ പകുതി ഒന്നിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാക്കി പകുതി മറ്റേ ട്രേയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് സോക്കായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സോക്കാവും. അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു ട്രേയുടെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത കേക്കിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ സ്കോച്ച് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ലെങ്ത് കൂട്ടണ്ട വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ വീഡിയോ കാണിക്കാതിരുന്നത്. ഞാൻ ഇതിൻ്റെ വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ജസ്റ്റ് ഒരു തിന്നായിട്ടുള്ള ലെയർ മേലെ ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ 2 കേക്ക് കാണിക്കാൻ കാരണം ട്രേ ചെറുതായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ 2 ഫ്ലേവറിൽ കാണിക്കാമെന്ന് വെച്ചത്. അപ്പോൾ ശരിക്കും ഫസ്റ്റ് കാണിച്ച ആ ക്രീം വെച്ചിട്ടുള്ള മെത്തേഡ് മാത്രമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെയാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ട് ഇതുപോലെ ചെയ്തത്. അപ്പോൾ 2 ഫ്ലേവറുള്ള കേക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ താല്പര്യം അതുപോലെ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. പിന്നെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കാരമലൊക്കെ കേക്കിൽ നന്നായി സോക്കായിട്ട് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ക്രഷ്ഡ് പിസ്താഷ്യോസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കട്ടായി പോയതാണ്. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 വളരെ ടേസ്റ്റിയാണ്. 2നും ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. നമ്മൾ കാരാമലിൽ സോക്ക് ചെയ്ത് വെച്ചത് കുറച്ചുകൂടെ സ്വീറ്റ്നെസ്സാണ് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസായിട്ട് പെട്ടെന്ന് വരാം. താങ്ക്